വി ബോട്ട് എ സൂ. ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ട 2011 ഇറങ്ങിയ ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇതിനെപ്പറ്റി ഈ ഒരു സിനിമ വളരെ കുറച്ച് ആളുകൾ മാത്രമേ കണ്ടിട്ടുള്ളാവുള്ളൂ. പക്ഷേ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്തൊരു 1.5 മണിക്കൂർ കാണാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അതായത് നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയിട്ട് നമുക്ക് എന്തൊക്കെയോ കിട്ടിയെന്നൊരു ഫീല്, അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് അനുഭവം കിട്ടിയൊരു ഫീല് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെഞ്ചമിൻ മീ എന്ന് പറയുന്ന നമ്മളുടെ നായകൻ തൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം 2 കുട്ടികളുണ്ട്. അവരെയും കൊണ്ട് ആ ഒരു സിറ്റിയിൽ നിന്ന്, അതായത് ആ ഒരു ഭാര്യയുടെ ഓർമ്മകളില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി, അതായത് അവിടെ നിന്ന് ഒന്ന് മൂവ് ഓൺ ആയിട്ട് വേറെ എവിടെയെങ്കിലും താമസിക്കാനായിട്ട് ഒരു പ്രോപ്പർട്ടി തപ്പുന്നു. അവിടെയാണ് സിനിമ തുടങ്ങുന്നത്. അങ്ങനെ ഇവർ തപ്പി ഒരു വീട് കണ്ടുപിടിക്കുന്നു. ഇത് ഭയങ്കരമായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെടുന്നു. അതായത് ലൂസി എന്ന് പറയുന്ന 7 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട്. ബെഞ്ചമിന്. ഡിലൻ എന്ന് പറയുന്ന ഒരു ടീനേജ് 13-14 വയസ്സുള്ളൊരു പയ്യനുണ്ട്. അപ്പം ഈ ബെഞ്ചമിന് ആ ഒരു വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അതായത് ബെഞ്ചമിൻ എന്താണോ ഡ്രീം ചെയ്തത് അതാണ് ആ ഒരു വീട്. പക്ഷേ ആ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. അതൊരു സൂവിനകത്ത് നിൽക്കുന്ന വീടാണ്. ഈ ഒരു വീട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഫുൾ, അതായത് സൂ ഉൾപ്പെടെ വാങ്ങേണ്ടി വരും. അങ്ങനെ ബെഞ്ചമിൻ ഈ ഒരു വീട് മൊത്തത്തിൽ, അല്ലെങ്കിൽ സൂ മൊത്തത്തിൽ വാങ്ങുന്നു. അങ്ങനെ സൂ മൊത്തത്തിൽ വാങ്ങിയിട്ട് അങ്ങോട്ടും താമസം മാറുന്നു. അവിടെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ ഇത്ര വലിയ സംഭവം എന്തായിരിക്കും എന്നുള്ളത്. ഇവർ ഈ ഒരു സൂവിനെ റിനോവേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനിടയ്ക്കുണ്ടാകുന്ന തടസ്സങ്ങൾ, ഇതിനെല്ലാം ഇവരെങ്ങനെ സർവൈവ് ചെയ്ത് ഈ ഒരു സൂവിനെ റിനോവേറ്റ് ചെയ്യുന്നു എന്നുള്ള സാധനമാണ് ഈ ഒരു സിനിമ കാണിച്ചു പോകുന്നത്. അതിനകത്ത് അതായത് ഈ ഫാദർ സൺ റിലേഷൻഷിപ്പ്, ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ്, പിന്നെ അവിടെ വെച്ച് സൂ കീപ്പറിനെ കാണുന്നു. സൂ കീപ്പർ എന്ന് പറയുന്നത് കെല്ലി ഫോസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഇതിനകത്ത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മാറ്റ് ഡെയ്മനും സ്കാർലറ്റ് ജൊഹാൻസനുമാണ് ഇതിൻ്റെ ലീഡിങ് റോൾ. അതായത് ബെഞ്ചമിൻ മീ ആയിട്ടും കെല്ലി ഫോസ്റ്റർ ആയിട്ടും ഇവർ രണ്ടുമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവരുടെ കെമിസ്ട്രി ഭയങ്കര രസമാണ്. അതേപോലെ തന്നെ ഈ ഒരു സൂവിനകത്ത് ലൈവ് ആനിമൽസിനെയാണ് എല്ലാം കാണിച്ചിട്ടുള്ളത്. അതായത് ഇവരിവിടെ താമസം മാറിയതിന് ശേഷം ഈ ഒരു ആനിമൽസുമായിട്ടൊക്കെ ഇവർക്കുണ്ടാകുന്ന ഒരു കണക്ഷൻ, അതായത് ഒരു പ്രത്യേക സാധനങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഈ ബെഞ്ചമിന് കണക്റ്റ് ആകുന്ന കുറേ സാധനങ്ങൾ, പിന്നെ ഇയാളുടെ ഭാര്യയുടെ, അതായത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഡെത്ത് ആയതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട്, പിന്നെ ഈ പിള്ളേരെ എങ്ങനെ കൊണ്ടുപോകും, ഈ ഒരു സൂവിനെ എങ്ങനെ ഒന്ന് ലൈവാക്കി എടുക്കാനായിട്ട് പറ്റുമെന്ന് ശ്രമിക്കുന്നു. അങ്ങനെ പോകുന്ന അവസാനം നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു ഭയങ്കര ഓക്കെ, ഇത് ഭയങ്കര രസമാണല്ലോ എന്നൊരു ഫീൽ തരുന്നൊരു സിനിമയാണ് വി ബോട്ട് എ സൂ എന്ന് പറയുന്നത്. ഇതെന്തായാലും നിങ്ങൾ കണ്ടു നോക്കി. ഫാമിലി അഡ്വഞ്ചർ മോഡിലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ, പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ സീന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ വട്ടം കണ്ടിട്ടുണ്ട്. അതായത് ഈ ഡിലനും ലില്ലി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. ഈ 2 ക്യാരക്ടേഴ്സ് തമ്മിലൊരു കോൺവെർസേഷൻ കുറേ ഇൻസ്റ്റാഗ്രാം റീലുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ ഈ ഒരു സിനിമ ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഇവർ ഈ ഒരു സൂവിനെ ലൈവാക്കി എടുക്കുന്നു. അവസാനം ഭയങ്കര രസകരമായിട്ട് ഒരു ക്ലൈമാക്സ് കൊണ്ടുവന്നിട്ട് നമുക്കും കൂടെ ഒരു ഹാപ്പി ഫീൽ, അതായത് നമ്മൾ എത്ര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൂസ്റ്റ് തരാൻ പറ്റുന്ന ഒരു അഡ്രിനാലിൻ അപ്പ് തരാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതെന്തുകൊണ്ട് ഒരു അണ്ടർ റേറ്റഡ് സിനിമയായി പോയി എന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം ഇത്രയും നല്ലൊരു സിനിമ എന്തുകൊണ്ട് ഇങ്ങനെ ആളുകൾക്കിടയിൽ അറിയപ്പെടാതെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഐഡിയ. പക്ഷേ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിരിക്കും. നിങ്ങൾ ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിരിക്കും വി ബോട്ട് എ സൂ എന്ന് പറയുന്നത്. അത്രയ്ക്ക് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത്, നമുക്കിങ്ങനെ റിപ്പീറ്റ് വാല്യൂ എന്നുള്ള സിനിമകളെന്നൊക്കെ പറയില്ലേ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ കാണാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും ഇത്.